പ്രസംഗങ്ങളും പ്രസംഗമൊക്കെ ആളുകൾ കേട്ടിരിക്കും. പക്ഷെ അവർക്ക് വേണ്ടൊരു നല്ലൊരു വൈദ്യം, വിശുദ്ധനായൊരു വൈദ്യം. ഡോക്ടർച്ചന്മാരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ലേ നല്ലൊരു വൈദ്യം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവം നിങ്ങൾക്ക് നൽകി. ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത് നിങ്ങളുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഞാൻ പറഞ്ഞു, ആ സ്നേഹം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്. സുവിശേഷത്തിൽ കർത്താവാണല്ലോ സുവിശേഷം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതല്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളുടെ വൈദിക കൂട്ടായ്മയിൽ ആ വൈദികരെ, നിങ്ങളുടെ കൂടെയുള്ള വൈദികരെ സ്നേഹിക്കുക. നിങ്ങളുടെ ഇടവക ജനങ്ങളെ സ്നേഹിക്കുക. ഇടവക ജനങ്ങൾ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ നോക്കുന്നില്ല. ഞാനപ്പോൾ ഇന്നലെ ഇവരോട് പറഞ്ഞു, നമ്മുടെ ജനം പാവപ്പെട്ട ജനമൊക്കെ ആണേലും അച്ഛൻ ഭക്ഷണം കഴിച്ചോ, അച്ഛൻ എന്തെങ്കിലും രോഗമുണ്ടോ, ഒന്നും ആരും ചോദിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അവർക്ക് അത് ചോദിക്കേണ്ട കാര്യമല്ലെന്ന് ചിന്തിക്കുന്നുണ്ടല്ല, അവർക്ക് അറിയത്തില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ അതൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടുമല്ല, നമുക്ക് സുഖമാണോ സുഖം ഇല്ലയോ എന്നൊക്കെയുള്ള ഞാനെപ്പോഴും ഇങ്ങനെ ജനങ്ങളോട് തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ വികാരിയച്ഛൻ നിങ്ങളുടെ മക്കൾക്ക് വസ്ത്രം എടുക്കുമ്പോൾ നിങ്ങളുടെ വികാരിയച്ഛൻ ലോഹയില്ലാതെ നടക്കുന്നതിൻ്റെ കാരണം ദാരിദ്ര്യം കൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു തുണി അങ്ങ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത്, അച്ഛാ ഇതിട്ടുണ്ട് അന്തസ്സായിട്ട് നടക്കച്ച എന്ന് പറയാല്ല. നിങ്ങൾ കുറ്റം പറയുന്നതൊക്കെ അവകാശം. അച്ഛന്മാരെ കുറ്റം പറയുന്നതിന് മുമ്പ് അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ കരുതണം. ഇതെല്ലാം പിതാവിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഈ ചിന്തലാറടവയിൽ അങ്ങനെയൊക്കെ സ്നേഹിക്കുന്ന ജനമാണെന്ന് എനിക്കറിയാം. ഈ പള്ളിയുടെ പണി സമയത്തൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴും എപ്പോഴും ഒരു 50 പേരെങ്കിലും മിനിമം ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലിടവയാണ് ഞാൻ. പിന്നെ പൊതു ഉപദേശം കൊടുക്കുമ്പം മാത്രം അങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അച്ഛന്മാർ എല്ലാം ഉപേക്ഷിച്ചിറങ്ങി തിരിച്ചിരിക്കുന്നവരാണ്. അതാണ് മെൽക്കിസേദക്കിൻ്റെ കാര്യം പറഞ്ഞത്. ഒരുവൻ പുരോഹിതനായാൽ അവനെല്ലാം ഉപേക്ഷിച്ചിരിക്കും. അവൻ്റെ അപ്പനെ അമ്മയും സഹോദരന്മാരെയും എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ, ദൈവജനത്തെ നയിക്കാൻ, ദൈവജനത്തെ ശുശ്രൂഷിക്കാൻ എല്ലാം ഉപേക്ഷിച്ചാണ്. അവനെവിടെ ചെല്ലുന്ന കർത്താവ് പറഞ്ഞ് ഈ ഉപദേശം കൊടുക്കുക പറയുന്നത്, നിങ്ങൾ മടിശീലയോ ഒന്നും 2 വസ്ത്രം ഒന്നും എടുക്കണ്ട. നിങ്ങൾ ദൈവവചനം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ദൗത്യം വചനം പ്രഘോഷിക്കുക, നിങ്ങളുടെ ദൗത്യം പ്രാർത്ഥിക്കുക, ദൈവജനത്തിനും ദൈവത്തിനും മധ്യസ്ഥരായി പ്രാർത്ഥിക്കുക. ദൈവജനത്തെ നയിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയും രാജകീയ പൗരോഹിത്യ പ്രവാചക ധർമ്മത്തിൽ പങ്കെടുക്കാനാണ് ഈ ശുശ്രൂഷ ലഭിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഭംഗിവാക്കൊക്കെ പറയും. പക്ഷേ ഈ രാജകീയമൊക്കെ പറയുന്നത് കഴുതപ്പുറത്ത് എഴുന്നള്ളിയ രാജാവാണ് നമ്മുടെ രാജാവെന്ന് പറയുന്നത്. ആ രാജാവിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് കാൽവരി കുരിശാണ്. അപ്പോൾ അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഈ ആർഭാടങ്ങളും അതിലൊക്കെ ജീവിക്കുന്ന ഒരു രാജാവിനെ അല്ല വിവക്ഷിക്കുന്നത്. കാൽവരിയിൽ കിടക്കുന്ന രാജാവ്, കഴുതപ്പുറത്ത് കിടക്കുന്ന രാജാവ്, കാലിക്കൂട്ടിൽ പിറന്ന രാജാവ്, ഇതാണ് നമ്മുടെ മോഡൽ രാജാവ്. അപ്പോൾ ആ രീതിയിൽ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ദൈവം പ്രത്യേകമായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്നേഹം എങ്ങനെ അന്വർത്ഥമാക്കാമെന്ന് കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തോട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ നിങ്ങളും എൻ്റെ ഇഷ്ടം നിറവേറ്റുക. കർത്താവിൻ്റെ കൽപ്പനയല്ലാതെ വേറൊരു കൽപ്പന നമുക്കില്ല. നമ്മുടെ സുഹൃത്തുക്കളുടെ കൽപ്പന നമുക്കില്ല. നമ്മുടെ ഉപദേശകരുടെ കൽപ്പന നമുക്കില്ല. നമ്മുടെ കൽപ്പന കർത്താവിൻ്റെ കൽപ്പന. ഈ കൽപ്പന എവിടെ കിട്ടും? വചനത്തിലൂടെയാണ് കൽപ്പന നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം വചനം ഒഴിവാക്കാൻ പറ്റില്ല. വചനം വായിക്കുകയും ധ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നത്. ഈശോയുടെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ഈശോയെ സ്നേഹിക്കുന്നത്. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോ സ്നേഹിക്കും. ഞങ്ങളാരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിലും
നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾക്ക് നിങ്ങളെ പ്രധാനമായ ഉദ്ദേശം വചനം പ്രഘോഷിക്കുക. ഞായറാഴ്ച നല്ല